ജ്യോതിസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് റാഗി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിരിക്കുന്നത്. റാഗിയും ഓട്സും അതുപോലെ തന്നെ കുറച്ച് സീഡും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു 40+ ഏജ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഈസ്ട്രജൻ്റെയും അതുപോലെ തന്നെ വൈറ്റമിൻസിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസി കാണുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രോബ്ലം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും എല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമ്മൾ റാഗി വെച്ചിട്ടുള്ള ഒരു സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത്. ഒരു 40+ ഏജ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിലാണ് മെനോപോസ് വരുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ 1/2 കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത്. ഈ റാഗി നമുക്ക് 2-3 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം. ഇതിൽ നന്നായി ചെറിയ പൊടി പോലെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നന്നായി കൈ വെച്ച് നന്നായി തിരുമ്മി കഴുകിയെടുക്കണം. എങ്കിൽ മാത്രമാണ് ആ റാഗി നന്നായി ക്ലീനായി കിട്ടുള്ളൂ. എന്നിട്ടാണ് നമ്മളത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഓവർനൈറ്റാണ് ഞാനിവിടെ ഇപ്പോൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. വെള്ളം തെളിയുന്ന വരെയാണ് നമ്മളത് കഴുകിയെടുക്കേണ്ടത്. അതിനുശേഷം റാഗിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾ ഡിന്നറായിട്ടാണ് ഈ സ്മൂത്തി കഴിക്കുന്നതെങ്കിൽ ഇത് രാവിലെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ ഓവർനൈറ്റാണ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഞാനിത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റാഗി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി തയ്യാറാക്കുന്നത്. ഇത് ചെറുതായിട്ട് പത പോലെയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി ഇതിലെ വെള്ളം ഒന്ന് കളഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ പാലെടുക്കാം. അപ്പോൾ ഇങ്ങനെ തലേന്ന് തന്നെ സോക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നന്നായി പാലൊക്കെ ഈ റാഗിയിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ വേണ്ടത് ഓട്സാണ്. ഞാനിവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഇത് ഹോൾ ഓട്സാണ് അഥവാ റോൾഡ് ഓട്സാണ്. ഇൻസ്റ്റൻറ്റ് ഓട്സ് എടുക്കരുത്. റോൾഡ് ഓട്സ് അല്ലെങ്കിൽ ഹോൾ ഓട്സ് എടുക്കണം. കാരണം അതിലാണ് ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത്. ഇത് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരം സോക്ക് ചെയ്താൽ മതി. ഈ ഓട്സിൻ്റെ കൂടെ തന്നെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 ഡേറ്റ്സും കൂടി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് 10 മിനിറ്റ് നേരം ഓട്സിൻ്റെ കൂടെ തന്നെ സോക്ക് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ മിക്സിയിൽ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റാഗിയാണ് ചേർക്കുന്നത്. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ആദ്യം നമുക്ക് നന്നായി അരച്ചെടുക്കാം. അതിനുശേഷം അല്പം വെള്ളം കൂടി വീണ്ടും ഒന്നും കൂടി അരച്ചെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് പാലും കിട്ടുന്നവരെയാണ് നമുക്ക് ഈ റാഗി അരച്ചെടുക്കേണ്ടത്. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലാണ് ഇപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി ഒരു സ്ട്രെയിനറിലൂടെ അരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുത്താലും മതി. അതിനുശേഷം ഇതൊന്നും കൂടി അരച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോഴാണ് കംപ്ലീറ്റ് പാല് നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് അനീമിക്കിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ മാറുന്നതിന് വേണ്ടി നാച്ചുറലായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഈ റാഗി. അപ്പോൾ അത് ആദ്യം ഒന്ന് അരിച്ചെടുത്ത ശേഷം ഇതിൻ്റെ മട്ട് വെച്ച് ഞാൻ ഒന്നും കൂടി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് കംപ്ലീറ്റ് പാലും ഈ റാഗിയിൽ നിന്ന് കിട്ടുള്ളൂ. കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ചെടുത്താൽ മതി. ഇത് ഞാൻ ഒന്നും കൂടി മിക്സിയിൽ ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് വേണം എപ്പോഴും അരച്ചെടുക്കാൻ. ഞാനിത് നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത ശേഷം ഒന്നും കൂടി അരിച്ചെടുക്കാം. അങ്ങനെത് രണ്ടാമത് ഞാൻ പാൽ അരിച്ചെടുക്കുകയാണ്. അങ്ങനെ കംപ്ലീറ്റ് പാല് കിട്ടുന്നവരെയാണ് നമ്മളതൊന്ന് അരച്ചെടുക്കേണ്ടത്. എന്താ റാഗിയിൽ നിന്ന് കംപ്ലീറ്റ് പാലും പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റാഗി മിൽക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെൽത്തി സ്മൂത്തി തയ്യാറാക്കുന്നത്. ഈ ഒരു റാഗി മിൽക്ക് നമ്മൾ കുക്ക് ചെയ്യാതെ തന്നെയാണ് സ്മൂത്തി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും വൈറ്റമിൻസും ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു റാഗി മിൽക്ക് 2-3 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യാനുസരണം എടുത്ത ശേഷം നമുക്ക് സ്മൂത്തി തയ്യാറാക്കാം. ഈ സ്മൂത്തി തയ്യാറാക്കുമ്പോൾ ഞാനൊരു ഫ്രൂട്ടും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ചേർക്കുന്നത് ആപ്പിളാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് വെച്ചാൽ അത് ചേർക്കാവുന്നതാണ്.
എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമാക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ആപ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു സ്മൂത്തി തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബനാനയോ മാംഗോ ഏതാ ഉള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഈ സ്മൂത്തി തയ്യാറാക്കാം. ഞാൻ ഈ ആപ്പിളിൻ്റെ സ്കിന്നും അതുപോലെ തന്നെ സീഡും ഒന്ന് റിമൂവ് ചെയ്ത ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനത് ഒരു ആപ്പിൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ നമുക്ക് സ്മൂത്തി തയ്യാറാക്കാം. അതിനത് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഓട്സും അതുപോലെ തന്നെ ഡേറ്റ്സും. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ്. ഒമേഗ 3 ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഫ്ലാക്സ് സീഡിൽ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്. ഞാനിതിൽ ചേർക്കുന്ന ഓരോന്നിൻ്റെയും ഗുണങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നത് ഏലക്കയുടെ കുരുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസിനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സിനമൺ പൗഡർ ചേർക്കാവുന്നതാണ്. ഏലക്കയുടെ കുരുവാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു 2 ഏലക്കയുടെ കുരു നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ആദ്യം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷമാണ് റാഗി മിൽക്കും ചേർത്ത് അടിച്ചെടുക്കേണ്ടത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കരിപ്പെട്ടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതാ ഒരുവിധം ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റാഗി മിൽക്കും കൂടി ചേർക്കാം. റാഗി മിൽക്ക് എടുക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കിയിട്ട് വേണം എടുക്കാൻ, എങ്കിലാണ് കറക്റ്റായിട്ടുള്ള ആ പാല് കിട്ടുള്ളൂ. ഇനി ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ആദ്യം ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം ബാലൻസ് പാലും കൂടി ചേർക്കാം. അങ്ങനത്തെ ആവശ്യത്തിന് തിക്നെസ് ആവുന്നവരെ നമുക്കിതിലേക്ക് പാല് ചേർക്കാവുന്നതാണ്. ഫ്രഷ് റാഗി മിൽക്കിന് അലർജി ഉണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇത് നന്നായി ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെത് 1 കപ്പ് പാൽ ഒഴിച്ചപ്പോൾ തന്നെ ആവശ്യത്തിന് തിക്നെസ്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അങ്ങനെന്താ ഞാനൊരു സെർവിങ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റാഗി സ്മൂത്തി ചേർക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്മൂത്തിയാണിത്. ഞാൻ ഗ്ലാസിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആപ്പിളിൻ്റെ പീസും കൂടി വയ്ക്കുന്നുണ്ട്. കൂടാതെ ഒരു 4 പംകിൻ സീഡും കൂടി ഇതിൻ്റെ മുകളിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അങ്ങനത്തെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു 40+ ഒക്കെ ഏജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്രിങ്ക് കഴിക്കുകയാണെങ്കിൽ ഈസ്ട്രൈൻ ലെവലൊക്കെ ഒന്ന് നോർമൽ ആവുന്നതിനും അതുപോലെ തന്നെ ഷുഗർ ഒന്ന് കൺട്രോൾ ആവുന്നതിനും ക്ഷീണമൊക്കെ ഒന്ന് മാറുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഡ്രിങ്കുകളെല്ലാം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ആപ്പിളാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് സീസണൽ ഫ്രൂട്ട് ഏതാണെങ്കിൽ അത് ചേർത്തിട്ടും നമുക്ക് ഈ ഒരു സ്മൂത്തി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഹോർമോൺ ലെവൽസൊക്കെ ഒന്ന് ബാലൻസ് ആവുന്നതിനും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്മൂത്തി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ റാഗി വെച്ച് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.